കുവൈറ്റ് മാങ്കഫിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തം കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, കോട്ടയം ജില്ലകളിൽ നിന്നുള്ള 9 പേർക്ക് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി. 2 പതിറ്റാണ്ടിലേറെ നീണ്ട പ്രവാസത്തിനു ശേഷം നാട്ടിലേക്ക് മടങ്ങാനുള്ള തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ കുഞ്ഞിക്കേളുവിന്റെ സ്വപ്നങ്ങൾ തീയിൽ എരിഞ്ഞമർന്നു. കഴിഞ്ഞ ഓണത്തിനാണ് കുഞ്ഞിക്കേളു അവസാനമായി നാട്ടിലെത്തിയത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു 15 വർഷത്തിന് മുകളിൽ തുടർച്ചയായിട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു കല്യാണം കഴിക്കുമ്പോഴേ 95 കാലഘട്ടം 94 കാലഘട്ടത്തിൽ മുതലേ അദ്ദേഹം ഗൾഫിലായിരുന്നു, സൗദിയിലുണ്ടായിരുന്നു. പിന്നെ ഈ കുവൈത്തിലേക്ക് ഒരു 10-15 വർഷത്തിന് മുകളിലായി കുവൈത്തിൽ ഇതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നു. 10 വർഷത്തിലേറെയായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ചർക്കള സ്വദേശി രഞ്ജിത്ത് പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശത്തിനാണ് ഒടുവിൽ നാട്ടിലെത്തിയത്. അടുത്ത വരവിന് വിവാഹം നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു വീട്ടുകാർ. 5 ദിവസം മുമ്പ് കുവൈറ്റിലെത്തിയ തൃശൂർ ചാവക്കാട് സ്വദേശി തെക്കൻ പാലയൂരിലെ ബിനോയ് തോമസിന്റെ മരണവും സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശികളായ MP ബാഹുലയന്റെയും KP നൂഹിന്റെയും വിയോഗ വാർത്ത നാടിനെ ഞെട്ടിച്ചു. തീപിടിച്ച കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നതിനിടെ പുകശ്വസിച്ചാണ് KP നൂഹിന്റെ മരണം. 2 മണിക്ക് ശേഷമാണ് നമ്മൾ അറിയുന്നത്. അതുവരെ അന്വേഷിച്ചിട്ടൊരു വിവരം കിട്ടിയിട്ടില്ല. ആളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. പിന്നെ അവർ ഇങ്ങനെ കുറേ മോർച്ചൽ ഉണ്ടായിട്ട് മോർച്ചിൽ നിന്നാണ് വിവരം കിട്ടുന്നത്. അവിടെ പോയി നോക്കിയപ്പോഴാണ്, ഫോട്ടോ കൊടുത്തപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. ഇപ്പം വന്നിട്ട് ഒരു 4 മാസമായി വന്നു പോയതാണ്. കോട്ടയം ജില്ലക്കാരായ 3 പേരും അപകടത്തിൽ മരിച്ചു. പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം മാത്യു, ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപ്, പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവരാണ് മരിച്ചത്. നാട്ടിലേക്ക് മടങ്ങാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് സ്റ്റെഫിന്റെ മരണം. തിരുവനന്തപുരം നെടുമങ്ങാട് വലിയമല സ്വദേശി അരുൺ ബാബുവിനും അപകടത്തിൽ ജീവൻ നഷ്ടമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.